അമ്മു സജീവന്റെ മരണത്തിൽ അടിമുടി ദുരൂഹതയെന്ന് ആവർത്തിച്ച് കുടുംബം. സഹപാഠികൾ അമ്മുവിനെ ഉപദ്രവിച്ചത് വൈരാഗ്യ ബുദ്ധിയോടെ. അമ്മുവിന്റെ ഫോൺ ലോക്ക് മാറ്റിയത് ദുരൂഹമെന്നും ഐ ക്വിറ്റ് എന്ന് പുസ്തകത്തിൽ എഴുതിയത് അമ്മു അല്ല എന്നും സഹോദരൻ അഖിൽ പറഞ്ഞു. തിരുവനന്തപുരം അയിരൂർപ്പാറ സ്വദേശിനി അമ്മു എസ് സജീവ് MG സർവകലാശാലയ്ക്ക് കീഴിലെ പത്തനംതിട്ട ചുട്ടിപ്പാറ സ്കൂൾ ഓഫ് നഴ്സിംഗിലെ 4ാം വർഷ വിദ്യാർത്ഥിനി. പെൺകുട്ടികൾ മാത്രമുള്ള ക്ലാസ് മുറിയിൽ ഭിന്നത അതിരൂക്ഷം. ഡിസംബറിൽ നടത്താനിരുന്ന ബാച്ച് ടൂറിലെ കോർഡിനേറ്ററായി അമ്മുവിനെ തിരഞ്ഞെടുത്തത് ഒരു വിഭാഗം വിദ്യാർത്ഥികളെ അസ്വസ്ഥരാക്കി. തുടർന്ന് സഹപാഠികളിൽ ഒരാളുടെ പണം നഷ്ടമായതും പരീക്ഷയ്ക്ക് മുൻപ് സമർപ്പിക്കേണ്ട ബുക്ക് നഷ്ടപ്പെട്ടതും പ്രശ്നം കൂടുതൽ വഷളാക്കി. ഇതിന് പിന്നാലെ അമ്മുവിന്റെ പിതാവ് പ്രിൻസിപ്പലിന് പരാതി നൽകി. ഇവരൊരു 9 പേര് ഒരു ഗ്രൂപ്പായിരുന്നു. ഇവളെ ഏറ്റവും ഹർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവരുടെ ലാസ്റ്റ് ദിവസം ഈ ലോഗ് ബുക്ക് കണ്ടില്ല എന്ന് പറഞ്ഞ ദിവസം ഇവരുടെ ബാഗും എല്ലാം വലിച്ചു വാരി നിലത്തിട്ടിട്ട് ഇവളെ ഭീഷണിപ്പെടുത്തി. നിന്നെ എന്താ അവള് പറഞ്ഞ എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്ക് വയ്യ എന്ന് പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ഹോസ്റ്റൽ വളപ്പിലെ ദാരുണ സംഭവം. അമ്മു സജീവന്റെ മരണത്തിൽ അടിമുടി ദുരൂഹത ആവർത്തിക്കുകയാണ് കുടുംബം. സഹപാഠികൾ അമ്മുവിനെ ഉപദ്രവിച്ചത് വൈരാഗ്യ ബുദ്ധിയോടെയെന്ന് പിതാവ് സജീവൻ പറയുന്നു. ഈ അലീന ദിലീപും അഞ്ജനയാണ് കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത്. നിരന്തരം അവള് മാക്സിമം ഒഴിഞ്ഞു മാറി പോയാലും ഓരോ കാരണങ്ങളുണ്ടാക്കി ഇവളെ ഉപദ്രവിക്കുമായിരുന്നു. ഇവരെഴുതി കൊടുത്തിട്ടുണ്ട് ഇനി മേലെ അമ്മുവിനെ ഒരു തരത്തിൽ ഉപദ്രവിക്കത്തില്ലെന്ന്. പക്ഷെ അന്ന് വൈകിട്ടും അമ്മുവിന്റെ റൂമിൽ അവർ കയറി. റിമാൻഡിലായ മൂവർക്ക് പുറമെ ഇനിയും 6 വിദ്യാർത്ഥികളെ കൂടി കസ്റ്റഡിയിൽ എടുക്കാനുണ്ടെന്ന് സഹോദരൻ അഖിൽ പറയുന്നു. അമ്മുവിന്റെ ഫോൺ ലോക്ക് മാറ്റിയതിൽ ദുരൂഹതയുണ്ട്. ഐ ക്വിറ്റ് എന്ന പുസ്തകത്തിൽ എഴുതിയത് അമ്മുവല്ലെന്നും സഹോദരൻ അഖിൽ പറയുന്നു. അമ്മു അങ്ങനെയല്ല ഒളിപ്പിക്കുന്ന കുട്ടിയൊന്നുമല്ല. പക്ഷെ ഹോസ്റ്റലിലൊക്കെ ആയതുകൊണ്ട് തന്നെ അമ്മു എൻ്റെ ലോക്കും ബാക്കിയൊക്കെ ഇട്ട് വെച്ചിരുന്നു. അത് എനിക്കും അറിയാം. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു ബന്ധമായിരുന്നു വെച്ചിരുന്നത്. ഒരു കൂട്ടുകാരൻ ചേട്ടൻ എന്നുള്ള നേടിക്കുള്ള അങ്ങനെ ഒരു നല്ലൊരു വേറൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലത്തെ ബന്ധം ഞാനും അമ്മുമായിട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് ലോക്ക് അമ്മു സൂക്ഷിച്ചിരുന്നു. ആ ലോക്ക് ബേസിക്കലി ഞാൻ ഇന്നലെ പോയി നോക്കുമ്പം ഫോണിൽ ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നമ്മുടെ CS സാറിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ ഫോൺ കിട്ടിയപ്പോഴും അങ്ങനെ ലോക്കില്ലാതെ കിട്ടിയെന്ന് അതിലെനിക്ക് നല്ല സംശയം തോന്നുന്നു. ദുരൂഹതകൾ ബാക്കി നിൽക്കെ ഗവർണറെയും മുഖ്യമന്ത്രിയും സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. ജനം, തിരുവനന്തപുരം.